മാറ്റാതിരിക്കാൻ ഞങ്ങൾക്കും ആവതില്ലേ എന്നതാണ് സംസ്ഥാനത്തെ ചില ആളുകൾ പറയുന്നത്. സർക്കാരെ, സംസ്ഥാനത്തെ IAS തലപ്പത്തെ മാറ്റത്തിൽ മന്ത്രിമാർക്ക് അതൃപ്തി തുടരുകയാണ്. മന്ത്രിമാരെ അറിയിക്കാതെ ഉദ്യോഗസ്ഥ മാറ്റം നടത്തിയതിലാണ് അതൃപ്തി. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം മന്ത്രിമാർ ഉന്നയിക്കും. PMCയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട തുടർ നടപടികളും ചർച്ചയായേക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. വെള്ളിയാഴ്ചയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. മന്ത്രിമാർക്ക് IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ വലിയ അതൃപ്തിയുണ്ട്. നമ്മളോട് തന്നെ വ്യക്തിപരമായ ചില ആളുകൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അവരൊന്നും അറിയാതെയാണ് ഈ സ്ഥലം മാറ്റം നടന്നിരിക്കുന്നത്. അതെന്തായാലും റവന്യൂ വകുപ്പ് മന്ത്രി പോലും അറിയാതെ കളക്ടറുടെ സ്ഥലം മാറ്റം നടക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ നടക്കുന്നതല്ല. ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ വകുപ്പിന്റെ ഡയറക്ടറായിട്ട് വിവാദത്തിൽ നിൽക്കുന്ന അരുൺ കെ വിജയനെ കൊണ്ടുവരിക, ഇത് കുഞ്ഞാലിക്കുട്ടി അറിയാതിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള അമർഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ വ്യക്തമാക്കും. അതേസമയം നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിനും ഇന്ന് ഏകദേശം രൂപം നൽകുമെന്നാണ് അറിയുന്നത്. KSRTCയിൽ അടക്കമുള്ള സൗജന്യ യാത്ര അടക്കമുള്ള വിഷയങ്ങളിലും ഇന്ന് ഒരുപക്ഷെ ക്യാബിനറ്റ് ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വരാൻ സാധ്യത, റോഷിപാൽ? അരുൺകുമാർ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുക ഈ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം, അത് മന്ത്രിമാർ അറിയാതെ നടന്നു എന്നതിലെ അതൃപ്തി, അത് ഏതൊക്കെ മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുമെന്നതാണ്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഭൂരിഭാഗം മന്ത്രിമാർക്കും അസംതൃപ്തിയുണ്ട്. UDFന്റെ MLAമാർക്കും അതൃപ്തിയുണ്ട്. സാധാരണ നിലയിൽ ജില്ലാ കളക്ടർമാരെ മാറ്റുമ്പോൾ അവിടെയുള്ള പാർട്ടി ഘടകത്തിന്റെ, ജില്ലാ ഘടകത്തിന്റെ ചർച്ച ചെയ്യും. അതിനുശേഷമാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകാറുള്ളത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ UDF കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചർച്ചയാക്കിയത് നവീൻ ബാബുവിന്റെ മരണമാണ്. ആ നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയനാക്കിയത്, UDF ആരോപണം ഉന്നയിച്ചത് ജില്ലാ കളക്ടറായിരുന്ന അരുൺ കെ വിജയനെതിരെയായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണമേറ്റ ആ ഉദ്യോഗസ്ഥരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് നിയമിച്ചു. ആ തസ്തികയിലേക്ക് നിയമിച്ചതാകട്ടെ ആ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെ അറിവുമില്ല. ജില്ലാ കളക്ടർമാരെ മാറ്റുമ്പോൾ സ്വാഭാവികമായും അത് മന്ത്രിസഭാ യോഗത്തിലൊക്കെ അറിയിക്കും. അങ്ങനെ ഈ തവണ ഒന്നും അറിയിക്കാതെ 5 ഉദ്യോഗസ്ഥന്മാരെ മാറ്റി. അതിൽ ഈ വിവാദ നായകനായ IAS ഉദ്യോഗസ്ഥരെ വ്യവസായ വകുപ്പിന്റെ തലപ്പത്ത് എത്തിച്ചു എന്നതടക്കം പരാതിയുണ്ട്. ആ കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകും. അത് ഉന്നയിക്കും മന്ത്രിമാർ, അവരുടെ അനിഷ്ടവും അതൃപ്തിയും അറിയിക്കും. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കാരണം ഇന്ന് 3ാമത്തെ മന്ത്രിസഭാ യോഗമാണ്, ഇന്ന് മറ്റു പ്രധാനപ്പെട്ട പല വിഷയങ്ങളും വരും. അതിൽ ഒന്ന് PMCയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭാ യോഗം അനുമതി നൽകും. സമാനമായി തന്നെ PMC വിഷയത്തിൽ എന്താണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്, അതേപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങൾ, ആ വിഷയങ്ങൾ കൂടി ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ CAമാരെ മാറ്റി അവിടെ SCമാർക്ക് തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാക്കാനുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുക്കുന്നത്, അതിൽ റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. ആ വിഷയം അടക്കമുള്ള പല ആഭ്യന്തര വകുപ്പിൽ വരേണ്ട മാറ്റങ്ങൾ, അതിൽ ചില വിഷയങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി VD സതീശന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അടുത്ത ദിവസമുണ്ട്. അതേപോലെ തന്നെ ബുധനാഴ്ച അവധിയായ സാഹചര്യത്തിലുമാണ് മന്ത്രിസഭാ യോഗം ഇന്നത്തേക്ക് മാറ്റിയത്. ഓക്കെ, താങ്ക് യു. സാധാരണ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗം നടക്കാറുള്ളത്. ബുധനാഴ്ച ബക്രീദായിട്ട് അവധിയാണ്, അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ചത്തേക്ക് ക്യാബിനറ്റ് കൂടുമ്പോൾ അതിൽ മന്ത്രിമാർ അവരുടെ അതൃപ്തി അറിയിക്കും.